أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. صدق الله العلي العظيم. الحمد لله. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലും നമ്മളെ കബൂലാക്കുമാറാവട്ടെ. നമ്മളുടെ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിനും തൃപ്തിയുമായി കഴിഞ്ഞുകൂടാൻ അല്ലാഹു നമ്മെല്ലാവർക്കും നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ബഹുമാനികളെ, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളും അവന്റെ അടിമകളും അവന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ വിധേയത്വം അംഗീകരിച്ചും അനുസരിച്ചും തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നോട് എന്താ പറയുക, നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അവന്റെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനികളെ, നമ്മളെല്ലാവരും ബലഹീനരായ സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുഴുവൻ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരേണ്ടത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് അഭേദ്യമായൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. കാരണം അള്ളാഹു അത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്നുള്ള നല്ല പെരുമാറ്റത്തെയും നല്ല കീഴ്വഴക്കത്തെയും നല്ല ദുആയിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ സന്തോഷമാണ്. അത് അള്ളാഹു നമ്മിൽ തൃപ്തനാകാനും നമ്മുടെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറാനുള്ള ഒരു എളുപ്പ വഴിയാണ്. നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ പല വഴികൾ തേടുന്ന ആൾക്കാരാണ്. എന്നാൽ പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ള ഏറ്റവും എളുപ്പമായ വഴി അള്ളാഹുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു ബന്ധമാണ്. നമ്മൾ പല ആൾക്കാരോടും ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ ബന്ധത്തെക്കാൾ ഏറ്റവും നല്ല ബന്ധം അള്ളാഹുവിനുള്ള ബന്ധമാണ്. സഹാബാക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഓതി വെച്ചത് മുജാദില സൂറത്തിലെ ഒരായത്താണ്. മുജാദില എന്ന് പറഞ്ഞാൽ തന്നെ തർക്കം എന്നാണ്. ഖൗല ബിൻത് സാലബ എന്ന് പറയുന്ന സഹാബി വനിത അവരുടെ ഭർത്താവ് ഔസ് ബിൻ സാമിത്ത് എന്ന് പറയുന്നവരുടെ കൂടെ ഒരുപാട് കാലം ജീവിച്ചു. ഒരുപാട് മക്കളെ പ്രസവിച്ചു. അങ്ങനെ പഴയ കാലഘട്ടത്തിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ ശരീരത്തിൽ തലാഖ് വരുന്നതിന് മുമ്പ് വിഹാർ എന്ന് പറയുന്ന തലാഖ് പോലത്തെ മറ്റൊന്നുണ്ടായിരുന്നു. അതായത് ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയും, അന്തി കലഹരി ഉമ്മി, നിന്റെ മുതുക് എന്റെ ഉമ്മാന്റെ മുതുക് പോലെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യയുടെ ശരീരഭാഗത്തെ നമ്മുടെ ഉമ്മയുടെ ശരീരഭാഗത്തോട് ഉപമിച്ച് പറഞ്ഞാൽ പിന്നെ ഭാര്യ ഉമ്മയെ പോലെയായി. ഉമ്മനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ഹറാമാവും. പിന്നെ തലാഖ് പോലെയായി വേർപിരിയും ഭാര്യ ഭർത്തൃ ബന്ധം. അത് പഴയ കാലത്ത് നടത്തിയിരുന്നു. ശരീരത്തിന്റെ മുഹമ്മദിയ ശരീരത്തിന്റെ തുടക്കത്തിൽ വളരെ കാലഘട്ടം വരെ അതുണ്ടായിരുന്നു. ഇത് ഖൗല ബിൻത് സാലബ അൻസാരിയായ സഹാബിയാണ്. ഖുവൈലിദിന്റെ പേരക്കുട്ടിയാണ്. ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു നമ്മളെല്ലാവരും കേൾക്കുന്ന പോലെ പ്രസിദ്ധനായ സഹാബിയുടെ സഹോദരനാണ്. ആ സഹാബി ഭാര്യ ഇങ്ങനെ എന്തോ ഖിദ്മത്ത് ചെയ്ത് കൊടുത്തപ്പോ, എന്തോ സേവനം ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ പറഞ്ഞു, അന്തിക്കലഹരി ഉമ്മി. പറഞ്ഞത് അങ്ങനത്തെ ലക്ഷ്യം വെച്ചൊന്നല്ല, ഇത് തലാഖെന്നല്ല. നീ ആ സ്നേഹം കൂടുതലോട് പറഞ്ഞു പോയൊരു വാക്കാണ്. സ്നേഹം കൂടുതലോട് പറഞ്ഞു പോയൊരു വാക്കാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ പേര് കേരിച്ച്, ഞാൻ എന്ത് വാക്കായി പറഞ്ഞത്. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, കുഴപ്പമില്ല. പക്ഷെ ഭർത്താവിനില്ല, അങ്ങനെ പറഞ്ഞാൽ തലാഖായി എന്ത് ചെയ്യും? രണ്ടാളും വിഷമത്തിലായി. പക്ഷെ ഭാര്യ നിബിധങ്ങളൊക്കെയിലേക്ക് പോയി. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല ആ നിബിധങ്ങളുടെ തല വൃത്തിയായി കൊടുക്കുകയും വൃത്തിയായി കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വരുന്നത്. അപ്പം നിശാസനങ്ങളോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഞാൻ ഒരുപാട് കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച് എനിക്ക് ഒരുപാട് മക്കളുണ്ട്. ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. കാരണം എനിക്ക് സ്വന്തമായി
വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യാവസ്ഥയൊന്നുമല്ല. പക്ഷെ ഇപ്പം അദ്ദേഹം എന്നോട് ഉമ്മി എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ നിയമം എന്താണ്? അപ്പോൾ ശാസ്ത്രങ്ങൾ വന്നു, നീ അവന് ഹറാമായി, ഇനി നീ ഭാര്യ ഭർത്തൃബന്ധം പാടില്ല. അതോടുകൂടി അവൾ കുട്ടിക്കറിയാൻ പറഞ്ഞു. അള്ളാഹുവിനോട് പരാതി പറയാൻ പറഞ്ഞു. വീണ്ടും അവളുടെ തന്നെ ആവർത്തിച്ചു. അപ്പോൾ ഞങ്ങൾ ഉത്തരം പറഞ്ഞു ഹറംതിയാലേഹി. അപ്പോൾ അട്ടഹസിച്ചു, കരഞ്ഞു, അള്ളാഹുവിനോട് അവരാജി പറഞ്ഞു. ഇതിങ്ങനെ പരാവർത്തിച്ചതാണ്. അതിന്റെ ഇടയിൽ ആയിഷാബിയുടെ റൂമിലേക്ക് എന്താ ആവശ്യത്തിന് പോയി. ആയിഷാബി പറയാൻ ഞാൻ പലരും അവൾ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമല്ല. പിന്നെ ഞാൻ അവിടെ ഒരു കാര്യം വ്യക്തമാക്കി കേട്ടു. വ്യക്തമായി കേൾക്കാൻ പറ്റിയ കാര്യം അഷ്തക്കി ഇലല്ലാ എന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ റബ്ബിനോട് വരാത്തത് നബിയെ നിങ്ങളുടെ കാര്യം നോക്കണം, എന്റെ റബ്ബിനോട് വരാതെ പറയുന്നൊരു വാക്യം കേട്ടു. അത് ഞാൻ നബികളുടെ മുടിയുടെ ബാക്കി ഭാഗം നന്നാക്കുന്നതിന്റെ ഇടയിൽ നബികൾക്ക് വഹി വന്നത് എനിക്ക് മനസ്സിലായി. ഇവിടെ അവിടെ നിന്ന് തർക്കിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടല്ലേ എന്ന് ഞാൻ ആംഗി കാണിച്ചു. കാരണം നബികൾക്ക് വഹി അറിഞ്ഞിട്ട് ഉണ്ടല്ലേ എന്ന് പറഞ്ഞു. അവൾ ഉണ്ടായിരുന്നു. നബികൾക്ക് വഹി അവസാനിച്ചപ്പോൾ നബികൾ കണ്ണു തുറന്നു. നിർവഹണത്തിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് അവസരം കൂട്ടിക്കൊണ്ടുവന്നു. ഞങ്ങള് ഓതാൻ തുടങ്ങി. അല്ലാഹു ഒരു പെണ്ണിന്റെ സംസാരം കേട്ടിരിക്കുന്നു. എങ്ങനത്തെ പെണ്ണാണ്? അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പെണ്ണിന്റെ സംസാരം അള്ളാഹു കേട്ടിരിക്കുന്നു. മാത്രമല്ല അവൾ അള്ളാഹുവിനോട് ആവരാതി പറഞ്ഞു. അള്ളാഹുവിനോട് പരിഹാരം തേടി നബിതങ്ങളൊക്കെ പോയി. പക്ഷെ ആവരാതി പറഞ്ഞത് നബിതങ്ങളോടല്ല, പിന്നെ ആരോടാ? അള്ളാഹുവിനോടാണ്. ബഹുമാനികളെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണുന്നതോടുകൂടി നമ്മൾ അതിന്റെ ആവരാതി ആരോട് പറയണം? അള്ളാഹുവിനോട് പറയണം. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. മകനെ നഷ്ടപ്പെട്ടു. വലിയ വിഷമമായി, ഭയങ്കര സങ്കടത്തിലായി. ഇത്രത്തോളം യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെട്ടു. ആലോചിച്ചൊക്കെ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിന്യാമീനെ നഷ്ടപ്പെട്ടു. രണ്ടാമത് നബികൾക്ക് യാക്കൂബ് നബിക്ക് യൂസുഫ് നബിനെ കഴിഞ്ഞ പിന്നെ രണ്ടാമത് കൂടുതൽ ഇഷ്ടം ബിന്യാമീനോടായി. ബിന്യാമീൻ നഷ്ടപ്പെട്ടു. ബിന്യാമീനെ നഷ്ടപ്പെട്ട വിഷയം മക്കൾ വന്ന് വാപ്പയായ യാക്കൂബ് നബിയോട് പറയുമ്പോ യാക്കൂബ് നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഞാൻ എന്റെ വിഷമവും എന്റെ സങ്കടവും എന്റെ മനോവ്യതകളും എല്ലാം ഞാൻ അള്ളാഹുവിനോട് ആവരാതി പറയാറില്ല. അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. യാക്കൂബ് നബിന്റെ മക്കൾ പത്താക്കും യൂസുഫ് നബിനോടുള്ള വിരോധം, അസൂയ കാരണം ബാപ്പനോട് വന്ന് പറഞ്ഞു, ബാപ്പ യൂസുഫിനെ എന്താ ഞങ്ങളെ കൂടെ വിടാത്തത്? ഞങ്ങള് കാട്ടിലെ ആട് മേക്കാൻ പോകുമ്പോ യൂസുഫ് ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ യൂസുഫ് ഞങ്ങളെ കൂടെ കളിക്കുമല്ലോ, അവർ സന്തോഷമാണ്. അങ്ങനെ വീട്ടിലിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാ. അപ്പം യാക്കൂബ് നബി ഒരു വാക്കുണ്ട്, ഞാൻ അവനെ ചെന്നായെ കുറിച്ചോണ്ട് പോകുന്നത് പേടിക്കുന്നുണ്ട്. അവിടെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചില്ല, അവിടെ ചെന്നായ ഭയപ്പെട്ടു. ഈ ഒരു വാക്കാണ് യാക്കൂബ് നബിയെ അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി എടുത്തു. യാക്കൂബ് നബിയെ പരീക്ഷിക്കാൻ ഈ ഒരു വാക്ക്. ബഹുമാനെ നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിത പ്രശ്നം വരുമ്പോ നമ്മളും ഇതേപോലെ പല വാക്കും പറയുന്നത്. ആ വാക്കിന്റെ പേരിലാണ് പിന്നെ അള്ളാഹ് നമ്മളെ ഓടിക്കുന്നത്. നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കാത്ത രീതിയിൽ നമ്മൾ വിഭ്രാന്തിയിൽ പ്രയാസത്തിൽ പിരാന്തായിട്ട് ഓടി ഇറക്കുന്നതിന്റെ പേരില്ല. നമ്മളെ ഭാഗത്ത് ഇങ്ങനെ ചില വാക്ക് വരുന്നു. യാക്കൂബ് നബി പറഞ്ഞ അതേപോലത്തെ വാക്ക്. നമ്മൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അത് നമ്മുടെ സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമൂഹികമാകട്ടെ, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഏൽപ്പിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ എന്താക്കാൻ പാടില്ല, അതിലേക്ക് നമ്മളൊരു കാര്യം നമ്മൾ ആസ്വദിക്കാൻ പാടില്ല. വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ മതിയോ?
ഇത് ആരോഗ്യമായി വരണമെങ്കിൽ, ഇത് രോഗമില്ലാതാകണമെങ്കിൽ, ഇത് ദഹിച്ച് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു എന്താ പറയുക, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മുസ്ലിമീൻ എന്ന് പറയാൻ പഠിപ്പിച്ചത്. നമ്മളെന്താ നിന്നത്, നമ്മളെന്താ നമ്മളെ തീറ്റിപ്പിച്ചത്, നമ്മളെ ഉദ്യോഗമല്ല, നമ്മളെ കച്ചവടമല്ല, വരുമാനമാർഗമല്ല. പിന്നെ അത്അമനി എന്നെ വശിപ്പിച്ചതാരാ? അല്ലാഹുവാണ്. സഖാനി എന്നെ കുടിപ്പിച്ചതാരാ? അല്ലാഹുവാണ്. എന്നെ മുസ്ലിമാക്കിയതാരാ? അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് സർവ്വസ്തുതി. ഉറങ്ങി എണീക്കുമ്പോ നമ്മൾ പറയേണ്ട വാക്കെന്താ? അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. നമ്മളാണ് ഉണർന്നു വരുന്നത്. അല്ലാഹ് ഉണർത്തുകയാണ് നമ്മളെ. ഉറക്കത്തെ അല്ലാഹ് ഉണർത്തുകയാണ്. ആ അല്ലാഹുവിന് സർവ്വസ്തുതി. ബഹുമാനികളെ, ഒന്നിലേക്ക് നമ്മൾ ആസ്വദിക്കുക. അതാണ് മുസ്ലിമീങ്ങൾ. നമ്മുടെ സംസ്കാരം അതാണ്, നമ്മുടെ വികാരം അതായിരിക്കണം, നമ്മുടെ ഈമാൻ അവിടെ. വസ്തുക്കളിലേക്ക് നമ്മളെ ചേർക്കാതെ വസ്തുക്കളുടെ ഉടമസ്ഥനായ അല്ലാഹുവിലേക്ക് നമ്മളെ ചേർക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ കാമിലാകുക. അതാണ് ആ യാക്കൂബ് നബി അന്ന് പറഞ്ഞ വാക്ക്, ഞാൻ ചെന്നായ ഭയപ്പെടുന്നു, അവനെ പിടിച്ചോണ്ടുപോകോ, നിങ്ങൾ അവനെ തൊട്ട് അശ്രദ്ധരാകുന്ന സമയത്ത്. ആ ഒരു വാക്കുമ്പോൾ തന്നെ അല്ലാഹു തആല മറുപടി കൊടുത്തു. മക്കളോട് പറഞ്ഞെന്താ? പാപ്പാ യൂസുഫിനെ ചെന്നായി പിടിച്ചു. യാക്കൂബ് നബി കരയാൻ തുടങ്ങി. വർഷങ്ങളോളം കരഞ്ഞു, കണ്ണിന്റെ കാഴ്ച പോയി, ബിന്യാമീൻ നഷ്ടപ്പെട്ടു. ആ സമയത്ത് യാക്കൂബ് നബി അല്ലാഹു കൊടുത്ത വാക്കെന്താണ്? ഇന്നമാ അശ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്. എന്റെ സങ്കടവും എന്റെ വിഷമവും എല്ലാം ഞാൻ അല്ലാഹുവിനോട് പരാതി പറയുന്നു. ആ വാക്ക് അല്ലാഹുവിന് ഇഷ്ടമായി. അല്ലാഹു തആല യാക്കൂബ് നബിക്ക് യൂസുഫിനെയും ബിന്യാമീനെയും ഒരുമിച്ച് തിരിച്ചു കൊടുത്തു. ചിലർ തിരിച്ചു കൊടുക്കലാണോ? രാജാവായ മകനായിട്ടാണ് യൂസുഫിനെ തിരിച്ചു കൊടുക്കുന്നത്. രാജാവായ മകനായിട്ടാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാഹു തിരിച്ചു കൊടുക്കുന്നത്. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ നമ്മൾ ഒക്കെ തിരിയേണ്ടത് അല്ലാഹുവിലേക്കാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയി ആളുകളെ ഇസ്ലാമിലേക്ക്, മക്കക്കാരെ മുഴുവൻ ഉപദ്രവിക്കുകയാണ്. ആകെ നബിതങ്ങൾക്ക് ഒരു സഹായിയായി ഉണ്ടായിരുന്ന അബൂ ത്വാലിബും മരിച്ചു. ഭാര്യയുടെ സമ്പത്തായിരുന്നു ഇവർക്ക് വലിയൊരു പ്രചോദനം. ആ ഭാര്യയും മരിച്ചു. ഖദീജ റളിയല്ലാഹു തആല അൻഹായും മരിച്ചു. നബിതങ്ങളുടെ നുബുവത്തിന്റെ 10ാം വർഷം മക്കത്ത് പരിശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ടാണ് തായിഫിലേക്ക് പോയത്. തായിഫിൽ ചെന്ന് തായിഫിലെ ആളുകളോട് ഈ കാര്യം പറഞ്ഞപ്പം അവര് സമ്മതിച്ചില്ല, അംഗീകരിച്ചില്ല. അപ്പൊ നിശാസനങ്ങൾക്ക് ഭയങ്കര വേദന. അവരോട് പറഞ്ഞത് കാര്യം ചെയ്യുന്നത് അംഗീകരിച്ചില്ല. ശരി, നമ്മൾ വന്ന കാര്യം മക്കാരെ അറിയിക്കരുത് എന്ന് പറഞ്ഞു. കാരണം ഈ വന്ന് തായ്ഫുകാർ മാറ്റി എന്ന് പറഞ്ഞാൽ മക്കാർ ഇതുവരെ ഉപദ്രവിച്ചതിനേക്കാളും കൂടുതൽ ഉപദ്രവിക്കാൻ സാധ്യതകളുണ്ട്. നബി തങ്ങൾ ഈ കാര്യങ്ങൾ മക്കാരോട് പറയുന്നത്. പക്ഷെ അവർ മക്കാരുടെ കാര്യം പറഞ്ഞു ചെയ്തതെന്ന് മാത്രമല്ല, തായ്ഫിലെ അങ്ങാടിയിൽ നടത്തുന്ന അദബ് കെട്ട കുട്ടികളെ കൊണ്ട് നബി തങ്ങൾ ഉപദ്രവിപ്പിച്ചു. ആ ഉപദ്രവം കണ്ടിട്ട് എത്രത്തോളം ഒരു യഹൂദി, ഇസ്ലാമിനെ അങ്ങേയറ്റം വെറുക്കുന്ന ഇഷ്ടമില്ലാത്ത യഹൂദിക്ക് പോലും നബി തങ്ങളോട് കണ്ട തോന്നി എന്നാ പറയുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അടിമയോട് പറയുന്നത്, ആ തോട്ടത്തിലിരിക്കുന്ന ആൾക്ക് കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്കുന്നത്. എപ്പോ ഈ ഏവെല്ലാം കൊണ്ട് പ്രയാസപ്പെട്ട് ശരീരം മുഴുവൻ രക്തം വലിപ്പിച്ച അവസ്ഥയിൽ തോട്ടത്തിൽ അഭയം തേടി ആ തോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് യഹൂദിയാണ് തന്റെ അടിമയോട് പറഞ്ഞ് വെള്ളം കൊണ്ടേ കൊടുക്കുന്നത്. ഇസ്ലാമിനോട് ശത്രുതയല്ല ആ യഹൂദി. ആ യഹൂദിയെ പറയാണ് ഇത്രയും വെറുപ്പായി ഇസ്ലാമിനോട്. അയാൾക്ക് പോലും നബിതങ്ങളോട് കണ്ട തുടങ്ങി എത്രയും വലിയ പുനരായിരിക്കും താഴ്ത്തുന്നുണ്ടായിട്ടില്ല. ആ താഴ്ത്തുകാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ മരച്ചോട്ടിൽ നിന്ന് അല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക റൂഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. യാ അല്ലാഹ്, ഞാൻ നിന്നോട് ആവലാതി പറയുന്നു. എന്റെ ശരീരത്തിന്റെ റൂഫ ഖുവതി, എന്റെ ശരീരത്തിന്റെ ശക്തിക്കുറവ്, ഞാൻ ബലഹീനനാണ്. വഖില്ലത ഹീലതി, ജനങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്തിൽ ഉപയോഗിക്കേണ്ട തന്ത്രം, ആ തന്ത്രക്കുറവ് എനിക്ക് സംഭവിച്ചു. അതിനെപ്പറ്റി ഞാൻ അപരാധി പറയുന്നു. വഹവാനി അലന്നാസ്, ജനങ്ങളെ നിസ്സാരമാക്കി കളയും. അതിനെപ്പറ്റി ഞാൻ നിന്നോട് അപരാധി പറയുന്നു. അല്ലാഹുവിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപരാധി പറഞ്ഞത്.
ആലോചിച്ച് നോക്കി. പ്രതിസന്ധി വരുമ്പോ ബഹുമാനികളെ നമ്മൾ ആരോട് ആരാധന പറയണം? അല്ലാഹുവിനോട്. ഈ മക്കക്കാരും ഈ തായ്പുകാരും എല്ലാം നബിതങ്ങൾ ആട്ടി ഓടിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ബഹുമാനികളെ വെറും 8-10 കൊല്ലത്തിനിടയിൽ ഈ തായ്പുകാരും ഈ മക്കക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അടിമകളെ പോലെ തീവളക്കും. അല്ലാഹു തആല എന്തിന്റെ പേരിൽ? നബിതങ്ങൾ ആ പറഞ്ഞ വാക്ക് ഇന്നമാ അഷ്കൂ ഇലൈക, ഞാൻ നിന്നിലേക്ക് അവരാധി പറയുന്നു, നിന്നോട് പരാതി പറയുന്നു. ബഹുമാനികളെ, നമുക്ക് ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ നമ്മളും പരാതി പറയേണ്ടത് അല്ലാഹുവിനോടാണ്, പരിഭവം പറയേണ്ടത് അല്ലാഹുവിനോടാണ്. പരിഭവത്തിനും പരാതിക്കും പരിഹാരം അല്ലാഹു കാണിച്ചു. അല്ലാഹു കാണിച്ചു തന്നതിന്റെ ചരിത്രം എന്തിനാണ് പരിശുദ്ധമായ ഖുർആനിലൊക്കെ പറയുന്നത്? നമുക്ക് ഗുണപാഠം കിട്ടാൻ വേണ്ടിട്ട്, അതിലൂടെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് പലരോട് പരാതി പറയും, പലരോട് അവരാതി പറയും, എല്ലാവരും എല്ലാവരോടും പറയും. പക്ഷെ അള്ളാഹിനോട് പറയില്ല, അള്ളാഹിനോട് പറയില്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ബഹുമാനികളെ, ഈ പെണ്ണ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവരാതി പറ. അള്ളാഹു കേട്ടൊരു സാധാരണപ്പെട്ട ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വിഷയത്തിൽ ആവരാതിപ്പെട്ടു. ആവരാതി അള്ളാഹ് കേൾക്കുക, അത് അള്ളാഹ് ഖുർആനിലൂടെ പറയാണ്. അത് സമയം അതും നബിതങ്ങളോട് തർക്കിക്കാണ്. അവള് തർക്കിക്കുന്നവരുടെ വാക്യം അള്ളാഹ് കേട്ടു. എന്തിന്റെ പേരിൽ? അവളുടെ ഇഷ്ടിക്ക, അവളുടെ പരാതി അവളെ ബോധിപ്പിച്ചത് നബിതങ്ങളോട് അള്ളാഹുവിനോടാണ്. നിങ്ങൾ രണ്ടാളുടെ തർക്കവും അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായും അല്ലാഹു നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും കാണുന്നവരാണ്, നിങ്ങളുടെ ഓരോ സംസാരവും അള്ളാഹ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതുവരെ നിന്നിരുന്ന വിഹാർ എന്ന് പറയുന്ന നിയമത്തെ ആ ഒരു പെണ്ണ് കാരണം ഇസ്ലാമിൽ ഇല്ലാതാക്കുകയാണ്. വിഹാറില്ല, പിന്നീട് തലാഖ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് പറയാണ്, ഇന്നഥവാ ഒരാൾ നിഹാർ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിന് വിഷമമുണ്ടാക്കുന്ന വാക്ക് ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ അവൻ ചെയ്യേണ്ട നിയമവും അല്ലാഹു പറയാം. ആദ്യമായി നിഹാർ ചെയ്ത ഒരു പുരുഷന്റെ മേൽ ബാധ്യതയാണ് അവന്റെ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. എന്നിട്ട് കൊണ്ടാൻ വേണ്ടി പറഞ്ഞു. ഭർത്താവ് വന്നു. നബിതങ്ങൾ ചോദിക്കുകയാണ്, ആ ഖുർആനായത്ത് ഓതിക്കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹു പറയാണ്, അങ്ങനെ ഇസ്ഹാർ ചെയ്താൽ നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കണമെന്ന് നിയമമാക്കി. നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ? അത് പറയുന്നത് എങ്ങനെ മോചിപ്പിക്കാൻ? എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ നിയമം പറയാണ്, എന്നാൽ നീ 2 മാസം നോമ്പെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? എന്നാൽ നിന്റെ ഭാര്യ നിനക്ക് തിരിച്ചു കിട്ടും. അപ്പൊ പറയാണ്, നബി ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച പോകുന്ന ഭയപ്പെടുന്നത്. ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കണം, കഴിച്ചിട്ടില്ലെങ്കിൽ നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയുള്ള ഞാനങ്ങനെ 2 മാസം നോമ്പെടുക്കാനാണ്. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ വിശ്വാസങ്ങൾ ഖുർആനായ തോതി കേൾപ്പിക്കാൻ. എന്നാൽ 60 പാവപ്പെട്ട മിസ്കീനുകളെ നശിപ്പിക്കും. അപ്പൊ പറയാൻ അതിനുള്ള ഒരു വഴി എന്റെ കയ്യിലില്ല. ഞാൻ എന്നേക്കാൾ പാവപ്പെട്ട ഒരാളും ഇനി ഹിജാസിൽ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കൂടി പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ ഞാൻ കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 50 സാഅ് അദ്ദേഹത്തിന് കൊടുത്തു. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി 50 സാഅ്. അത് എന്തായാലും അത് ഗോതമ്പാകാം, ചോളമാകാം, എന്തുമാകാം. അതുകൊണ്ട് അദ്ദേഹം 60 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ തന്റെ ഭാര്യയെ തിരിച്ചു. അതോടെ വിഹാറില്ലാതായി ഇസ്ലാം. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഒരു നിയമം എന്തിന്റെ പേരിൽ പ്രാബല്യത്തിലായി? ഒരു പെണ്ണ് അവരുടെ പരാതി അല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ ഒരു നിയമം അല്ലാഹു ഇറക്കി. അതിലൂടെ അല്ലാഹു ഉമ്മത്തിനെ അറിയിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ പരിഹാരം എന്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആവരാതിയായിട്ട് എന്റെ അടുക്കൽ വാ, പ്രശ്നത്തിന് പരിഹാരം എന്നോട് ചോദിക്കും, നിങ്ങളുടെ പരാതികൾ എന്റെ മുന്നിൽ സമർപ്പിക്കും, ഞാൻ ചെയ്തതാണ്. അമ്പിയാക്കളുടെ ചരിത്രം, അവരനുസരിച്ച് വന്ന ആളുകളുടെ ചരിത്രം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ വന്നാൽ അതിന് പരിഹാരം നമ്മൾ കാണണം, അതിന്റെ വഴികൾ നമ്മൾ തേടണം. പക്ഷെ പരിഹാരത്തിൽ കാണുന്നതോടുകൂടി അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കണം.
അത് നമ്മൾ പഠിക്കണം. ഒരിക്കലും വസ്തുക്കളിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചുവിടരുത്. രോഗം വന്നു, സ്വാഭാവികമാണ്, എല്ലാവർക്കും രോഗം വരും. അല്ലാഹു മാറാകാതെ രോഗം തൊട്ടും മാരകമായ അസുഖങ്ങൾ തൊട്ടും നമ്മളെല്ലാം കാക്കുമാറാവണം. ബഹുമാനികളെ, രോഗം എന്നുള്ളത് സാധാരണ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വരും. ആ രോഗം വരുമ്പം നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകണം, നമ്മൾ മരുന്ന് കുടിക്കണം. ഹൃദയം മുഴുവൻ അല്ലാഹുവിലേക്ക് വെക്കണം. ഹൃദയം മുഴുവനും അല്ലാഹുവേ, എനിക്ക് അസുഖം വന്നു, ഞാൻ പോയി ഡോക്ടറെ കാണിച്ചു, മരുന്ന് കുടിച്ചു, ഇതിമ തീർത്തേക്കണം, ഇത് വേറൊന്നിലേക്ക് നീ പകർത്തരുത്, വേറെ രീതിയിലേക്ക് മാറ്റരുത്. അല്ലാഹുവിനോട് ദുആ ചെയ്യും. അങ്ങനെ ബഹുമാനികളെ, നമ്മുടെ പരാതികൾ അല്ലാഹുവിന് മുന്നിൽ സമർപ്പിക്കാൻ തുടങ്ങിയാൽ ബഹുമാനികളെ, പിന്നെ ഈ ദുനിയാവിൽ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ജീവിതമായിരിക്കും നമുക്കുണ്ടാക്കുക. പ്രതിസന്ധികൾ അല്ലാഹു തരും. അത് നമ്മൾ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വെച്ചതാണ്. കാരണം അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ കാരണം തന്നെ അതാണ്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ കാരണം തന്നെ إنا خلقناه من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. അല്ലാഹു പറയാണ്, ഞാൻ മനുഷ്യന് മുൻകാലത്തിൽ കാലമുണ്ടായത് അവൻ എന്താണെന്ന് പറയപ്പെടാൻ പോലും പറ്റാത്ത കാലം. നമ്മളെ പറ്റി നമ്മുടെ വയസ്സ് വെച്ച് ആലോചിച്ച് നോക്കി. നമ്മുടെ വയസ്സിന്റെ 1-2 വർഷം മുന്നേ നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ പറ്റി സംസാരിച്ചിട്ടില്ല. നമ്മളുടെ പേരുകൾ ലോകത്ത് ആരും ഉച്ചരിച്ചിട്ടില്ല. നമ്മളെ പറ്റി ഒരു ചർച്ചയും ലോകത്തുണ്ടായിട്ടില്ല. എന്നാൽ ബഹുമാനികൾ, അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് മുമ്പ് കഴിഞ്ഞു കടന്നിരുന്നു. അതിനുശേഷം അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ച അവസ്ഥ പറയാണ്, ഇന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. ഞാൻ അവരെ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? നബ്തലിഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. അത് പറയാം, അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ കാരണം എന്ന് പറയാ, പരീക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. എന്നാൽ അല്ലാഹു പറയാ, ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള മാനദണ്ഡം എന്താവുന്നു? വജഅൽനാഹു സമീഅൻ ബസീറ. അവന് നല്ല കാതും നല്ല കണ്ണും ഞാൻ നൽകി, നല്ല കാഴ്ചയും നല്ല കേൾവിയും ഞാൻ നൽകി. ബഹുമാനികളെ, ഇവിടെ ഉപയോഗിച്ച വാക്ക് നോക്കി, വജഅൽനാഹു സമീഅൻ ബസീറ. ഞാൻ അവനെ കേൾക്കുന്നവരും കാണുന്നവരുമാക്കി. അവിടെ അല്ലാഹു തആല ഉപയോഗിച്ച വാക്ക് ഖദ് സമീഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. അവിടെ അല്ലാഹു അവസാനം പറഞ്ഞാക്കി, ഇന്നല്ലാഹു സമീഉൻ ബസീർ. അല്ലാഹു കേട്ടോണ്ടിരിക്കുകയാണ്, അല്ലാഹു കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മളും അല്ലാഹുമായി എപ്പോഴും ബഹുമാനികളെ ബന്ധത്തെ ഊട്ടിയർപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു നിയമങ്ങൾ പാസ്സാക്കുന്നത്. അല്ലാഹു നിയമങ്ങൾ പാസ്സാക്കുന്നത്. ആ നിയമങ്ങൾ നമ്മളെ ഏത് നിലയിൽ കൊണ്ടെടുക്കുന്നോ ആ നിലയിലായിരിക്കും നമ്മൾ അല്ലാഹുമായിട്ടുള്ള ബന്ധം. ആ നിയമങ്ങളെ നമ്മൾ എങ്ങനെ പുച്ഛിച്ച് തള്ളുന്നോ ആ നിലക്കായിരിക്കും അല്ലാഹു നമ്മളോടുള്ള പെരുമാറ്റം ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മൾ അല്ലാഹുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കി ബഹുമാനികളെ, നമ്മുടെ ഈമാൻ നന്നാക്കി ഇർത്തിദാലിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ആണാകട്ടെ പെണ്ണാകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ദുനിയാവിന്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ ദുനിയാവിന്റെ രസങ്ങളിൽ മുഴുകി ദീനിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആർക്കെല്ലാമാണ് സമാധാനവും സന്തോഷവും പാരത്രിക വിജയവും ദുനിയാവിന്റെ എളുപ്പവും ആഗ്രഹിക്കുന്നത്? അവർ അല്ലാഹുവിലേക്ക് മടങ്ങി അല്ലാഹുവിലേക്ക് തിരിയും, അല്ലാഹുമായി നല്ല ബന്ധം സ്ഥാപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നിജസ്ഥിതി മനസ്സിലാക്കാനും അമൽ കൊണ്ടുവരാനും നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. വാ അഖിറു ദുആഇ അൽഹംദുലില്ലാഹി.